കമ്മ്യൂണിസ്റ്റ് നല്ലത് അതോ LDF നല്ലത്? കമ്മ്യൂണിസ്റ്റ് നല്ലത്. കേരളം ഇല്ലേ SFI ഭരിക്കോ LDF ഭരിക്കോ? അതെന്താ SFI ഭരിക്കാത്തത്? കഴിവില്ല. CPM ഭരിക്കോ? ഭരിക്കത്തില്ല. പക്ഷെ LDF ഭരിക്കത്തില്ല. ഇല്ല LDF ഭരിക്കത്തില്ല. SFI ഭരിക്കാൻ ഉറപ്പുള്ള എന്താ? നല്ല ഇതുണ്ട്. പെൻഷൻ കൊടുത്ത് മാസം 1000 രൂപ വെച്ച് ഉമ്മാരെന്തോ ചെയ്തു. SFI കൊടുത്തിട്ടുണ്ട് പക്ഷെ LDF കൊടുത്തിട്ടില്ല. ഇല്ല ഉമ്മാര് വേറെ നാണമില്ലാത്തവന്മാരാ. SFI കൊള്ളത്തില്ല. ഉറപ്പായിട്ട് കൊള്ളത്തില്ല. ഒരു ഇതില്ല, സഹകരണമില്ല. വോട്ടിന് വേണ്ടി മാത്രം വീട്ടിൽ വരും. ഒരു 5 കൊല്ലം മുന്നേ SFI ഒരു മുഖ്യമന്ത്രി ഇല്ലായിരുന്നു. മൊത്തത്തിൽ പിള്ളേരെ വീട്ടിൽ നിന്ന് നടന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് ഈ രാഷ്ട്രീയത്തിനൊക്കെ പറ്റി. അപ്പൊ പിള്ളേര് അത് ചുമ്മാ സൂപ്പാക്കാൻ വേണ്ടി നടക്കാണ് ആ ചങ്ങായി. എന്തായാലും ഇതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ അവസ്ഥ. കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിജ്ഞാനമൊന്നും ആർക്കും ഉണ്ടായിട്ടൊന്നുമല്ല ആൾക്കാർ തർക്കിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും പല തർക്കങ്ങളും കാണാറുണ്ട്. അതില് ഈ പറഞ്ഞ വാർത്താ ചാനലിൽ വരുന്ന തർക്കങ്ങൾ വരെയും പലതും നമുക്ക് ചിരി ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ കുട്ടികൾക്ക് എവിടെ നിന്നൊക്കെയോ കുറച്ച് വിജ്ഞാനം കിട്ടി. അതായത് കുറച്ച് ആൾക്കാർ വോട്ടിന്റെ സമയമാകുമ്പോൾ മാത്രം വരും, ചില ആൾക്കാർ പെൻഷൻ കൊടുത്തു. അപ്പൊ ഇത് SFI ആണോ UDF ആണോ LDF ആണോ? സത്യം പറഞ്ഞ കുട്ടികളുടെ കാര്യം മാത്രമല്ല, അത് ഒരു മുതിർന്ന കമ്മ്യൂണിറ്റി അത് പിണറായി വിജയൻ തന്നെ. UDF വരെയാണെങ്കിൽ അതെനിക്കറിയില്ല, കാരണം ഞാനൊരു CPM ആണ്. CPM ഫുൾ ഫോം എന്താ അറിയില്ല. അറിയില്ല. പിന്നെ എന്തുകൊണ്ട് CPM ഫുൾ ഫോം എന്താ അറിയോ? അറിയില്ല. CPM കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്. CPM ഫുൾ ഫോം അറിയില്ല. പിണറായി എത്ര വർഷമായി ഭരിച്ചോണ്ടിരിക്കുന്നു? പിണറായി 4 വർഷമായി. 4 വർഷമായി. എത്ര വർഷം? 4 വർഷം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഉള്ളത് ചിരിക്കാനൊന്നും ഇല്ല ആക്ച്വലി. അതായത് പ്രായമുള്ളവനാണ്, നേരത്തെ കണ്ട കുരുന്നുകളല്ല. അവന് പോലും അവന്റെ അവസ്ഥ തന്നെ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ല പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്ന് വെച്ചിട്ട് CPM ഫുൾ ഫോം ഒന്നും അറിയണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും പിണറായി വിജയൻ 4 വർഷമായിട്ടാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ 10 വർഷമായിട്ടുള്ള ഭരണം പുള്ളിക്ക് അങ്ങോട്ട് എന്താ ഒരു 4 വർഷമായിട്ടുള്ളൂ എന്നൊരു തോന്നൽ വന്നു. അതായത് ഒരുപാട് വർഷങ്ങൾ പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ എപ്പോഴാണ് വന്നേ എന്ന് ചോദിച്ചാൽ 3-4 വർഷം മുന്നേ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് 8 വർഷമായി കൊറോണ വന്നിട്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ 3-4 വർഷമായി കൊറോണ ആ പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള തർക്കങ്ങളൊക്കെ ഭയങ്കരമായ തർക്കങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ 2 കൂട്ടുകാരെ നമ്മൾ തർക്കിക്കുന്നുണ്ടായിരുന്നു. അതായത് കൊച്ചി മെട്രോ ഫേസ് 1 UDFന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിയൊക്കെ തീർന്നതാണ്. അവസാനം അവർ ഉദ്ഘാടനം നടത്തി, കമ്മ്യൂണിസ്റ്റുകാർ വന്ന് അവരും ഒരു ഉദ്ഘാടനം നടത്തി. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായി. ഈ 10 വർഷമായിട്ടും അതിൻ്റെ സെക്കൻഡ് ഫേസ് പൂർത്തിയായിട്ടില്ല. സെക്കൻഡ് ഫേസ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ, അല്ലെങ്കിൽ ഒരു 50% പോലും ആയിട്ടുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര തർക്കം. അപ്പോൾ ഈ തർക്കത്തിനെല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ മുന്നിലാണ്. പുള്ളി പറയാണ്, അതായത് ഇവർ വന്ന് പിന്നെ മെട്രോ കൊണ്ടുവന്നില്ലേ. അപ്പോൾ അടുത്ത ആൾ ചോദിക്കുകയാണ്, മെട്രോ പണ്ടുണ്ടായിരുന്നാണല്ലോ, 10 വർഷം കൊണ്ട് എന്ത് മെട്രോ ഉണ്ടാക്കി? ഉത്തരവില്ല. രാഷ്ട്രീയം എന്നും ഒരു കോമഡിയാണ്. നമുക്കിങ്ങനെ മാറി മാറി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക ആൾക്കാരെ. ഇത് ശരിയാവും, അടുത്ത ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ചിന്തയിൽ നമുക്കിങ്ങനെ വീണ്ടും പുതിയ ആൾക്കാരെ തെരഞ്ഞെടുത്ത് പരീക്ഷിച്ച് നോക്കാം.